ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സേമിയയും ഒരു നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ്. അപ്പോൾ ആദ്യം പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യ് ചൂടാകുമ്പോൾ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് മതി, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ആണ് ചേർത്തത്. വേറെ നട്ട്സ് ഒക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് റോസ്റ്റ് ആയിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരു ഗോൾഡൻ കളറിലേക്ക് വറുത്ത ശേഷം പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു മീഡിയം നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. നല്ല പഴുത്ത പഴം എടുക്കണം. ഈ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് പാനിലേക്ക് ചേർക്കാം. നേന്ത്രപ്പഴം നെയ്യിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതൊരു ഗോൾഡൻ കളറിലേക്ക് വാടി വരുമ്പോൾ 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ അധികം റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. എല്ലാം നെയ്യിൽ നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഇങ്ങനെ റെഡിയായ ശേഷം ഇതും പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു വലിയ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കാം. ശർക്കര 120 ഗ്രാം ഉണ്ടാകും. പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതും മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ചേരുവയായിട്ടുള്ള സേമിയ റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് വലിയൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ചൂടായ ശേഷം 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. വറുത്ത സേമിയ ആണെങ്കിൽ നേരെ കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിത് ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വറുത്താൽ മതി. സേമിയ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും. ഇപ്പോൾ സേമിയൊക്കെ വറവായിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കണം. 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. സേമിയ വെന്ത് വരട്ടെ. മൂടി വയ്ക്കൊന്നും വേണ്ട, തുറന്നിട്ട് തന്നെ വേവിച്ചാൽ മതി. ഓരോ സേമിയ അനുസരിച്ചിട്ട് വേവിന് വ്യത്യാസം ഉണ്ടാവും. ഇത് ചെറിയൊരു കനമുള്ള സേമിയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി സേമിയ വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴവും തേങ്ങയൊക്കെ ഇനി ഇതിലേക്ക് ചേർക്കണം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. 1 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം പിന്നെ അരിച്ചു വെച്ച ശർക്കര പാനിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഈ സേമിയ പഴം കൂട്ട് ശർക്കര പാനിയിൽ വരട്ടിയെടുക്കണം. വെള്ളമൊക്കെ വറ്റി ഒന്ന് ഒട്ടുന്ന രൂപത്തിലേക്കായി വരണം. ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കൂട്ടായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ ഒന്ന് സ്പെഷ്യൽ ആവാനായിട്ട് നമുക്കിത് വാഴയിലയിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഈ വാഴയില വാടിയതും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇലയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. വെറുതെ പരത്തിയെടുത്താലും മതി. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടായി ആവി വരുമ്പോൾ ഇലയൊക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തെടുത്ത് വെച്ച് ചൂട് മുഴുവൻ മാറിയ ശേഷം കഴിക്കാനായിട്ട് എടുത്താൽ മതി. നല്ല രുചിയുള്ള പലഹാരമാണ്. സേമിയ പായസമായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യണം. മറ്റു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.